KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിൽ വമ്പൻ പൊട്ടിത്തെറിയാണ്. DMC നേതൃത്വത്തിനെതിരെ KPCCക്ക് പരാതിയാണ്. എറണാകുളം ജില്ലയുടെ ചുമതല വഹിക്കുന്ന PV ജെയിനാണ് പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ജിജോ മാത്യു, സന്ദീപ് വാഴക്കാടൻ, റിനീഷ് തുരുത്തിക്കാടൻ, ഷാനവാസ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നേതൃത്വത്തെ പിന്തുണച്ചതിന് പിന്നാലെ അഡ്മിൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതായി PV ജെയിൻ പറയുന്നുണ്ട്. ജിജോ മാത്യു, സന്ദീപ് വാഴക്കാടൻ, റിനീഷ് തുരുത്തിക്കാടൻ, ഷാനവാസ് എന്നിവർ വ്യാജ അക്കൗണ്ടുകളിലൂടെ കോൺഗ്രസ് നേതൃത്വത്തെ അധിക്ഷേപിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിച്ചാൽ 10 നേതാക്കളെങ്കിലും വീട്ടിലിരിക്കുമെന്നും ഷാനവാസ് പറയുന്നു. നേതൃത്വത്തെ പിന്തുണയ്ക്കരുത് എന്ന് ജിജോ മാത്യു ആവശ്യപ്പെട്ടതായും പരാതിയിൽ പറയുന്നുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണ കേസ് വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഘട്ടത്തിലാണ് രാഹുലിന്റെ സസ്പെൻഷൻ പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമായി സ്പീക്കറെ അറിയിച്ചത്. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ഘട്ടത്തിൽ രാഹുലിന്റെ ഇരിപ്പിടം നിയമസഭയിൽ മാറ്റാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. കോൺഗ്രസ് അംഗങ്ങൾക്കൊപ്പം എന്നതിൽ നിന്നും മാറി പ്രത്യേക ബ്ലോക്കായിട്ടാകും നിയമസഭയിൽ രാഹുലിന് ഇനി ഇരിക്കേണ്ടി വരിക. സഭയിലെ ചർച്ചയിൽ കോൺഗ്രസിന് അനുവദിക്കുന്ന സമയവും ഇനി രാഹുലിന് ലഭിക്കത്തുമില്ല. തിങ്കളാഴ്ച മുതലാണ് സഭാ സമ്മേളനം ആരംഭിക്കുന്നത്. അതേസമയം സഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ തർക്കമാണ് കോൺഗ്രസിനുള്ളിൽ തുടരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുമ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും UDF കൺവീനർ അടൂർ പ്രകാശും രാഹുൽ തീരുമാനിക്കട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്താൽ അത് തിരിച്ചടിയാകുമെന്നുള്ള വിലയിരുത്തുന്ന നേതാക്കളും കോൺഗ്രസിനുള്ളിൽ തന്നെ ധാരാളമാണ്. അതേസമയം ഗൃഹസന്ദർശനത്തിനുള്ള KPCC ആഹ്വാനം പ്രവർത്തകർ ഏറ്റെടുക്കാതിരുന്നപ്പോൾ തീയതി വീണ്ടും നീട്ടിയിരിക്കുകയാണ് നേതൃത്വം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നാണം കെട്ടത് തന്നെയാണ് പ്രവർത്തകർ പിൻവലിയാനുള്ള പ്രധാന കാരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കം എന്നുള്ള നിലയിൽ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 2 വരെ വീടുകൾ കയറാനും ഫണ്ട് പിരിക്കാനുമുള്ള തീരുമാനം KPCC പ്രസിഡന്റ് മാധ്യമങ്ങളെ അറിയിച്ചത് ഓഗസ്റ്റ് 20-നായിരുന്നു. അന്നാണ് കൊച്ചിയിൽ യുവനടി വാർത്താ സമ്മേളനം നടത്തി യുവ കോൺഗ്രസ് നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പരാതിപ്പെട്ടിട്ടും നേതാക്കൾ പരിഗണിച്ചില്ല എന്നുള്ളത് കൂടി അവർ പറഞ്ഞതുകൂടെ നേതൃത്വം പ്രതിരോധത്തിലാവുകയായിരുന്നു. അടുത്ത ദിവസം മറ്റൊരു യുവതിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഫോൺ സംഭാഷണം കൂടി പുറത്തു വന്നതോടെ കേരള സമൂഹം ഒന്നാകെ ഞെട്ടുകയായിരുന്നു. അതോടെ വീടുകൾ കയറാൻ പ്രവർത്തകർ പോയില്ല, നേതാക്കളും അങ്ങ് പിൻവാങ്ങി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിലും MM ഹസൻ തിരുവനന്തപുരത്ത് AK ആന്റണിയുടെ വീട്ടിലും കയറി പ്രചാരണം നടത്തിയെങ്കിലും വിജയിച്ചതുമില്ല. അതോടെ ഗൃഹസന്ദർശനം 10 വരെ നീട്ടി. അതിനിടയിൽ ബീഹാറിനെ അപമാനിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ പോസ്റ്റും വന്നു. അതും വമ്പൻ തിരിച്ചടി തന്നെ ആവുകയായിരുന്നു. മൂന്നാമതും നീട്ടിയത് ഈ മാസം 20 വരെയാണ്. ബൂത്തിൽ നിന്ന് 60,000 രൂപ പിരിക്കാനും സർക്കാരിനെതിരെ പ്രചാരണവുമായിരുന്നു ലക്ഷ്യം തന്നെ. എന്നാൽ രാഹുൽ വിഷയത്തിൽ ഉയരുന്ന ചോദ്യങ്ങളാണ് പ്രവർത്തകരെ പിന്നോട്ടടിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക അതിക്രമ കേസിനെതിരെ പ്രതികരിക്കുന്നവർ ആരായാലും അവർക്കെതിരെ കോൺഗ്രസ് സൈബർ പട ഇറങ്ങുന്നതിനാൽ വനിതാ നേതാക്കളും ഇപ്പോൾ ഇതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്.